മണി ഇരുന്നോ മൺകുട്ടി. ഇത് പേർഷ്യൻ ഇനത്തിൽപ്പെട്ട ഒരു ക്യാറ്റാണ്. ഇത് എൻ്റെ കിട്ടിയപ്പോൾ ഒരു 5 മാസമായി കാണും. ഇപ്പോൾ അവർക്ക് 3 വയസ്സുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇണങ്ങും. എനിക്കിപ്പോൾ സത്യം പൂച്ചകളാണ് ഇഷ്ടം. എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയാണ്. ഇവളെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരുമായിട്ട് അങ്ങനെ ഇണങ്ങൂല. പക്ഷെ ഇണങ്ങണമെങ്കിൽ ഭയങ്കര കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫുഡ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മളെന്ത് കഴിക്കുന്നോ അത് മതി, അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഇതുവരെ അങ്ങനെ ആരും ഒരു പൂച്ചകളുമായിട്ട് അങ്ങനെ ഇണങ്ങൂല. പക്ഷെ ഇവിടെയുള്ള എൻ്റെ വീട്ടിൽ ഡോഗ്സുമായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങും. ഭയങ്കര കാര്യമാണ്. പിന്നെ മീൻ അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് ഇഷ്ടം കൂടുതലും. പിന്നെ ചില പൂച്ചകൾ വീട്ടിനകത്തല്ലേ ഇങ്ങനെ മോഷനൊക്കെ പോകുള്ളൂ. പക്ഷെ ഇവളങ്ങനെയല്ല. ക്ലോസറ്റ്, വാഷ് ഫേസ്, ഭയങ്കര വൃത്തിക്കാരിയാണ്. പിന്നെ ഇടയ്ക്കെവിടെയെങ്കിലും പോയാൽ ഞാൻ വിളിച്ചാൽ മതി ഓടി വരും. പിന്നെ ഈ മണിയൊക്കെ കെട്ടിയിരിക്കുന്ന ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പേടിയുണ്ട്, ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു പേടിയൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പാണെങ്കിൽ കൂടുതലും ആൾ ബെഡിലാണ്, അങ്ങനെ തറയിൽ അങ്ങനെയൊന്നും. പക്ഷെ ചൂടാകുമ്പോൾ എപ്പോഴും തറയിലാണ്. പിന്നെ ഇടയ്ക്ക് ഒന്ന് പോയായിരുന്നു ഇവിടെ നിന്ന്, ചാടി ഇങ്ങനെ പോകും ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങളൊരു കൂടെ ഉണ്ടാക്കി. പിന്നെ എൻ്റെ കൂടെ ഒരു മെയിലൂടെ ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഒരു 2-3 ആഴ്ച ആവുള്ളൂ. കാരണം ഞാൻ ഇവിടെ ഇല്ല. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മയ്ക്ക് നോക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് നാളെ രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് പാടാണ്. അപ്പോൾ പിന്നെ ഇവളെ പിന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും. അത് എൻ്റെ അടുത്തല്ല, വേറെ അടുത്ത് ഇണങ്ങൂല. പിന്നെ അവനെ അങ്ങ് കൊടുത്തു. പിന്നെ അവ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അവനുമായിട്ട് അത്ര കൂട്ടാണ്, പക്ഷേ ഒരുപാടങ്ങ് ഇണങ്ങൂല. പിന്നെ കാണാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. വേറെ പിന്നെ കുളിക്കാൻ ഭയങ്കര മടിയാണ്. മാന്തലൊക്കെ കിട്ടും. ഭയങ്കര മടിച്ചാണ് ഇതുവരെയും. പക്ഷേ പ്രസവിച്ചിട്ടില്ല. മാറ്റിയത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ആരുമായിട്ട് അങ്ങനെ ഇണങ്ങുന്നില്ല ആൾ. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളെന്തെങ്കിലും കരഞ്ഞിരിക്കുക, എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടി വരും. വന്നിട്ട് നമ്മളിങ്ങനെ സെറ്റിൽ കിടക്കുകയാണെങ്കിൽ വന്നിരുന്നിട്ട് തൊട്ടിട്ട് എന്താണ് വിഷമമെന്ന് ചോദിക്കുന്ന രീതിയിൽ ചോദിക്കും. പിന്നെ തടവി കൊടുക്കും. തടവൽ നിർത്തണമെങ്കിൽ വീണ്ടും വിളിക്കും. തടവി തരണം എന്ന അർത്ഥത്തിൽ വീണ്ടും വിളിക്കുകയൊക്കെ ചെയ്യും. ഭയങ്കര കൂട്ടാണ്. അസുഖങ്ങൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇവർക്ക് പിന്നെ കാതിനകത്ത് ഇൻഫെക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ട്. മുടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിപ്പം മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ ആയിട്ട് ഇണങ്ങാത്തത് കൊണ്ടൊരു പേടിയുണ്ട്. പിന്നെ ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയാണ്. ഈ ഇടയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തു പേയുടെ. അപ്പോൾ അതിന് ഭയങ്കര അഗ്രസീവായിരുന്നു. കാരണം പ്രത്യേകിച്ച് നഖമൊന്നും വെട്ടായിരുന്നൊന്നും തരത്തില്ല. പിന്നെ നമ്മൾ ഇവിടെ പെറ്റ് കെയർ കൊണ്ടാണ് ചിലപ്പോഴൊക്കെ വെട്ടുന്നതും ക്ലീൻ ചെയ്യുന്നതും കാതൊക്കെ. കാരണം അവൾ ഇരുന്ന് തരത്തില്ല. കാരണം ഒന്നാമതേ നഖവും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പേടിയാണ്, വാന്ത് കിട്ടുമോ എന്നുള്ളൊരു പേടി. എനിക്ക് കൂടുതലും ഡോഗ്സിനെക്കാളും ക്യാറ്റ്സിനെയാണ് ഇഷ്ടം. മുമ്പ് കൊച്ചിലോട്ടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ പേർഷ്യൻ ഇനത്തിലൊരു പൂച്ചയെ. അപ്പം നാടൻ പൂച്ചയാണ് കൂടുതലും വളർത്തി കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവൾ വന്നതിന് ശേഷം എല്ലാവരും പറയും പട്ടികൾക്കാണ് സ്നേഹം കൂടുതൽ. അങ്ങനെയല്ല, പൂച്ചകൾക്ക് സ്നേഹമുണ്ട്. കാരണം നമുക്കത് അറിയാൻ പറ്റാത്തതാണ്. അവരെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കൂടുതലും എനിക്ക് തോന്നുന്ന വിഷമങ്ങളുള്ളപ്പോഴും കൂടെ ഇങ്ങനെ വന്നിരുന്നിട്ട് എന്തുണ്ടെങ്കിലും നമ്മളിങ്ങനെ പൊതുവെ പറയില്ല, മൃഗങ്ങൾക്ക് അറിയാൻ പറ്റും മനുഷ്യൻ്റെ വേദനയെന്ന്. ഭയങ്കര ഇമോഷണലി ഭയങ്കര ടച്ച്ഡാണ്. ആദ്യം കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു കാണാം. അപ്പോൾ നിറച്ച് മുടിയൊക്കെ ആണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെന്തോ ഭയങ്കര ഒരു മിക്സ്ഡ് കളറായതുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ടെറർ ലുക്കാണ് തോന്നുന്നത്. അപ്പോൾ ആരും അങ്ങനെ തൊടയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സൊന്നും തൊടൂല. പിന്നെ ആയപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഇണങ്ങാൻ തുടങ്ങി. എന്നാൽ കാണാൻ ഭയങ്കര ഭീകരമെന്നേന്നുള്ളൂ. പക്ഷേ ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യണത്. വീട്ടിനകത്ത് വളർത്തിക്കൊണ്ട സമയത്ത് എൻ്റെ അടുത്ത് വരും, എന്നെ ഉണർത്തും. ഭയങ്കര വെച്ചാൽ ഇവൾ ഫുൾ ടൈം നമ്മൾ ഉറങ്ങുമ്പം അവൾ ഉണർന്നിരിക്കും, അവൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കും. കൂടുതൽ ഉറക്കമാണ് മെയിൻ. അത് പൂച്ചകൾക്ക് മെയിനായിട്ട് ഉറക്കമല്ലേ വലുത്. ഇതൊക്കെ എപ്പോഴും ഉറങ്ങുക, കളിക്കുക, ആ ഒരിതാണ്. കാരണം എനിക്ക് ഇവളില്ലാതെ പറ്റൂല. ഇത് ഇടയ്ക്ക് ഇങ്ങനെ കാണാതെ ഇപ്പം ഞാൻ പട്ടിണിയായിരുന്നു. കാരണം എനിക്ക് പറ്റൂല ഇവളില്ലാതെ. അങ്ങനത്തെ ഒരിതാണ്.